ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയ കേരളത്തിൽ നിന്ന് പോയ ഏതാണ്ട് 2 ലക്ഷത്തിൽ പകുതിയിലേറെ പേർ തിരികെ വന്നിട്ടില്ല. നമ്മുടെ കൺസ്ട്രക്ഷൻ രംഗം, അതുപോലെ ഹോട്ടൽ രംഗം, ഇവിടെയൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളുകളാണ് പോയത്. വോട്ട് ചെയ്യാനാണ് എന്ന് പറഞ്ഞാണ് ഇവർ നാട്ടിലേക്ക് പോയത്. ഇവരിൽ ഭൂരിഭാഗവും മടങ്ങി വരാത്തത് എന്തേ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ മലയാളികളായ കച്ചവടക്കാരും അതുപോലെ ഹോട്ടൽ നടത്തിപ്പുകാരുമൊക്കെ. ഇതിന് കാരണം അന്വേഷിച്ചപ്പോൾ ഈ വരാത്തവരൊക്കെ തന്നെ ബംഗ്ലാദേശികളായ കുറ്റവാളികളാണ്. അവർ ബംഗ്ലാദേശിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ മടക്കി അയച്ചിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. അതായത് കേരളത്തിൽ ഇത്രയും കാലം പണിയെടുത്തിരുന്നവരൊക്കെ, നമ്മൾ ബംഗാളികൾ, ഭായിമാർ എന്ന് ഓമന പേരിട്ട് വിളിച്ചിരുന്ന ഇവരൊക്കെ തന്നെ അനധികൃത ബംഗ്ലാദേശി കടന്നുകയറ്റക്കാരാണ്, അധിനിവേശക്കാരാണ്. ഇവരിൽ പലരും വലിയ കുറ്റങ്ങൾ ചെയ്തിട്ട് ബംഗ്ലാദേശിൽ നിന്ന് വേലി ചാടി ഇവിടെ വന്ന് മമതാ ബാനർജിയുടെ നാട്ടിലെത്തി, അല്ലെങ്കിൽ ബംഗാളിൽ എത്തി അവിടുന്ന് ആധാറും അതുപോലെയുള്ള രേഖകളും വ്യാജമായി സംഘടിപ്പിച്ച് ഇവിടെ വന്നതാണ്. കാരണം അവിടെ ഇത്തരത്തിൽ ഉള്ള ആളുകൾക്ക് ആധാർ ഉണ്ടാക്കി കൊടുക്കുന്നത് മമതാ ബാനർജി തന്നെ നേരിട്ടായിരുന്നു, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. അവരുടെ വോട്ട് ബാങ്കാണ്. തൃണമൂലിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ അനധികൃത കുടിയേറ്റക്കാർ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ SIR നടപ്പിലാക്കുന്നതിനെതിരെ നായ കുരയ്ക്കും പോലെ കുരച്ച് ചാടിയ ഒരു വ്യക്തിയാണ് മമതാ ബാനർജി. ഏതാണ്ട് 90 ലക്ഷത്തോളം അനധികൃത വോട്ടർമാരെയാണ് SIRലൂടെ വെട്ടി ദൂരെ കളഞ്ഞത്. അനധികൃത വോട്ടർമാർ മാറി, മമതാ ബാനർജി തോറ്റു, സുവേന്ദു അധികാരി BJP അധികാരത്തിൽ വന്നു. നമുക്ക് കേരളത്തിലേക്ക് മടങ്ങി വരാം. തീർച്ചയായിട്ടും കേരളത്തിൽ ഇത്തരത്തിൽ ഉള്ള ആളുകൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് പല വാർത്താ വിശദീകരണങ്ങളിലും നമ്മളത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവിടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ ഇവിടെ മോഷണം, അതുപോലെ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കൽ, അതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിൽ ഭൂരിഭാഗവും ഈ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരാണ്, അല്ലെങ്കിൽ അനധികൃത കുറ്റവാളികളാണ്. അവരെയൊക്കെ ഇവിടെ പൂവിട്ട് പൂജിക്കുകയാണ് ആതിഥ്യ തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ഇത്രയും കാലം പിണറായി വിജയൻ ചെയ്തത്. ഇനി അങ്ങോട്ട് വരുന്ന കോൺഗ്രസ് സർക്കാർ എന്ത് ചെയ്യും എന്ന് നമുക്കിപ്പോൾ ബോധ്യമില്ല. എന്തൊക്കെയായാലും നമ്മുടെ സാമൂഹ്യ അവസ്ഥയിൽ, പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ ഇവർ വലിയ അപകടമായി മാറിയിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇവരിൽ നല്ല ആളുകളുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, എന്തിന് പശ്ചിമ ബംഗാളിൽ നിന്നും വരെ അധികൃതമായി വരുന്നവരുണ്ട്. അതായത് എല്ലാ അംഗീകാരത്തോടും കൂടി അവിടുത്തെ ബംഗാളികളായി തന്നെ നിലകൊള്ളുന്ന ആളുകൾ കടന്നു വരുന്നുണ്ട്. നമ്മളത് അംഗീകരിക്കുന്നു. പക്ഷേ അതിനിടയിലൂടെ ഈ അനധികൃത കുടിയേറ്റക്കാരും കൊലപാതകികളും കുറ്റവാളികളും മോഷ്ടാക്കളുമൊക്കെ ഇവിടെ യഥാവിധം വിലസുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു. ഈ വിഷയത്തിൽ പുതിയ സർക്കാർ സ്വീകരിക്കേണ്ടത് അടിയന്തരമായ ഒരു പരിശോധനയാണ്, അടിയന്തരമായ ഒരു അന്വേഷണമാണ്. ഈ വന്നിരിക്കുന്നത് ആരാണ്, എവിടുന്ന് വരുന്നു, ഇവർക്ക് കൃത്യമായ ID കാർഡുകളുണ്ടോ, ഉണ്ടെങ്കിൽ അത് വ്യാജമാണോ യഥാർത്ഥമാണോ, ഇവരെ അയച്ച ഏജന്റ് എവിടെയുള്ളതാണ്, ഇവരുടെ ശരിയായ അഡ്രസ്സ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതല്ലേ. ഇവിടുത്തെ ആളുകൾ, ഏജൻസികൾ ഇവരെ സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാറുണ്ടോ, ഇതൊക്കെ തന്നെ വിശദമായിട്ട് അന്വേഷിക്കണം. നമ്മൾ അല്ലെങ്കിൽ ഒരു വലിയ ഒരു സാമൂഹ്യമായ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം അത്രയും ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പേർ പോയി, കുറേ പേർ വന്നില്ല. എന്നാൽ പോലും ഇവരുടെ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടം തുടരുകയാണ്. ഇവരില്ലാതെ ഇവിടെ ഒന്നും അനങ്ങില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ഒരു ഗുരുതരാവസ്ഥയാണ്. തീർച്ചയായിട്ടും ഇതിന് അടിയന്തരമായിട്ട് പുതിയ സർക്കാർ ഒരു പരിഹാരം കാണേണ്ടതാണ്. ബംഗാളിൽ നിന്നാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും ഇവിടെ വരുന്നവരെക്കുറിച്ച് കൃത്യമായ അന്വേഷണം, കൃത്യമായ പരിശോധനകൾ ഒക്കെ തന്നെ അടിയന്തരമായി നടത്തേണ്ടതാണ്. ബംഗ്ലാദേശികൾ ധാരാളമായി ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ രക്ഷപ്പെട്ട ഒളിത്താവളമായിട്ട് കേരളത്തെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ. എന്ത് കുറ്റകൃത്യം ചെയ്താലും, പ്രത്യേകിച്ച് മതതീവ്രവാദം, രാജ്യദ്രോഹം തുടങ്ങിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്താലും ഇവിടെ വന്നാൽ വലിയ സുരക്ഷയാണ്. അനധികൃതമായി കല്യാണം കഴിക്കണമെങ്കിലും ഇവിടെ വന്നാൽ മതി. മന്ത്രിയടക്കം കല്യാണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കേരളത്തിൻ്റെ അവസ്ഥ അതായിരുന്നു. മാറേണ്ടതാണ്. മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ മനുഷ്യന്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് തീർച്ചയായിട്ടും പുതിയ സർക്കാർ ഉറപ്പാക്കണം. ഈ ഭായിമാർ എന്ന് വിളിക്കുന്ന ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ വിവിധ ഏജൻസികൾ കൃത്യമായി ഇടപെട്ട് ചെയ്യണം. കോടതി അടക്കം ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണം എന്ന ഒരു ചെറിയ അപേക്ഷയുണ്ട്.